സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയസ് റോക്കസ്. അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. എന്റെ ഈ വീഡിയോ കാണാൻ ഏകദേശം ഒരു 60 പേര് വരുന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസിന് എല്ലാത്തിനും കേക്ക് കണക്കിന് വ്യൂസ് ഒന്നും പോകാറില്ല, കുറച്ച് വ്യൂസേ പോകാറുള്ളൂ. എന്നാലും ഞാൻ അവർക്ക് വേണ്ടി ഡെഡിക്കേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരാൾ എന്റെ വീഡിയോ ക്ലിക്ക് ചെയ്ത് കണ്ടോണ്ടിരിക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്കിങ് അടിക്കണേ പ്ലീസ്. അപ്പൊ എന്തായാലും കാര്യത്തിലോട്ട് കിടക്കാം. സിജോ വീണ്ടും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോവോ എന്നൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് നമുക്ക് ഏകദേശം പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണെന്ന് വേണം പറയാൻ. സിജോയ്ക്ക് വീണ്ടും താടയെല്ലിന് വേദന ഇളകിയിട്ടുണ്ട്. ആ റോക്കി എന്തായാലും ഒന്നൊന്നര ഇടി തന്നെയാണ് ഇടിച്ചത്. സിജോയ്ക്കാണെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല രീതിയിലുള്ള ബൈറ്റിംഗ് കൊടുക്കാൻ പറ്റുന്നില്ല, മീൻസ് നല്ല ചിക്കൻ പീസ് ആയപ്പോൾ നല്ല രീതിയിൽ കടിച്ചു വലിക്കുന്നവരുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തില്. പക്ഷെ സിജോയ്ക്ക് അങ്ങനെയൊന്നും കടിച്ചു വലിക്കാൻ പറ്റില്ല, ഇങ്ങനെ നുള്ളി വേണം കഴിക്കാൻ. അപ്പൊ അത്രയ്ക്ക് വിഷമമുണ്ട് സിജോയ്ക്ക് ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ. എന്നാലും ബിഗ് ബോസ് ഗെയിം കണ്ടിന്യൂ ചെയ്യണ്ടേ എന്ന ഒറ്റൊരു മൈൻഡ് സെറ്റും ആയിട്ടാണ് സിജോ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇത്ര കെയർഫുൾ ആയി നിന്നിട്ട് വരെ സിജോയ്ക്ക് വീണ്ടും താടയലിന് എന്തൊക്കെയോ വേദന ഇളകുന്നുണ്ടെന്നും അത് മാത്രമല്ല വായിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, അതൊക്കെ ഉള്ളിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോൾ രതീഷ് പറയുന്ന ഒരു കാര്യം ഉണ്ടാകുന്ന ഉപ്പുവെള്ളം കൊണ്ടുകൂടെ എന്ന് ചോദിക്കുമ്പോൾ സിജോ പറയുന്നുണ്ട് ഇല്ല, എനിക്കത് ഉള്ളിന്നാണ് വരുന്നത്. എന്തായാലും ഞാൻ ഡോക്ടറിന്റെ അടുത്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിനോട്. അപ്പൊ ബിഗ് ബോസ് വിളിക്കുമായിരിക്കും, എനിക്കെന്താ വയ്യാത്ത പോലെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഈ രീതിയിൽ സിജോ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് സിജോ കൺഫ്യൂസ് റൂമിലോട്ട് വരിക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൺഫ്യൂസ് റൂമിലോട്ട് സിജോ പോകുന്നുണ്ട്. അപ്പോ ഇനി ബിഗ് ബോസ് ബിഗ് ബോസ് പോട്ടെ, ഡോക്ടർ ഇനി സിജോയുടെ ഹെൽത്ത് കണ്ടിട്ട് ഇനി എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കും സിജോയുടെ മുന്നേറ്റം. ബിഗ് ബോസ് വീട്ടിൽ ഇനി എങ്ങനെയായിരിക്കും സിജോ ഇനി കളിക്കാൻ തിരിച്ചു വരുമോ അല്ലെങ്കിൽ ഡോക്ടർ പുറത്താക്കുമോ, മെഡിക്കൽ ഇഷ്യൂസ് കാരണം ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. എന്തായാലും ഇപ്പൊ കൺഫ്യൂസ് റൂമിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് സിജോ വന്നു കഴിയുമ്പോൾ ഞാൻ പറയാട്ടോ, എന്താ ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല സിജോ വേറൊരു കാര്യം കൂടെ എടുത്തു പറയുകയുണ്ടായി. അതായത് ഞാൻ ഗെയിം കളിക്കുന്നതിൽ കുറെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ഹെൽത്ത് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പോയിന്റും കൂടെ സിജോ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇനി ഡോക്ടർ എന്തായിരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും പോസിറ്റീവ് റിസൾട്ട് ആയിട്ട് വരണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സരാർത്ഥിന്റെ ഒരു അവസരം വെറുതെ ഒരാൾ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് നശിപ്പിച്ച് കളയുകയാണ് ചെയ്തത്. സിജോ ഒരു നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു, വോട്ടിങ്ങിലൊക്കെ 1-ാം സ്ഥാനത്ത് നിന്നൊരു വ്യക്തിയും കൂടി ആയിരുന്നു. പക്ഷെ ഇപ്പോ അത്രയ്ക്ക് വോട്ടില്ലെങ്കിലും 2-ാം സ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നത് വോട്ടിംഗ് റിസൾട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ. അപ്പോ സിജോയ്ക്ക് നല്ല ഫാൻസ് ഒക്കെ ഉള്ള ഒരു ടീം തന്നെയാണ് സിജോ. അതുകൊണ്ട് തന്നെ മിക്കവാറും ബിഗ് ബോസും ഡോക്ടറും എല്ലാവരും ട്രൈ ചെയ്ത് സിജോനെ ബിഗ് ബോസ് വീട്ടിൽ നിർത്താൻ തന്നെയാണ് ചാൻസ്. എന്തായാലും കണ്ടു തന്നെ അറിയാട്ടോ. അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സിനും മറക്കാണ്ട് ചാനൽ ഫോളോ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക പ്ലീസ്.